ലോകരക്ഷകനായ യേശുക്രിസ്തു എങ്ങനെയാണ് ജനിച്ചത് എന്നതാണ് ഈ കഥ. നസറേത്ത് എന്ന പട്ടണത്തിലാണ് ആരംഭിക്കുന്നത്. ഈ പട്ടണത്തിൽ മറിയ എന്നൊരു ചെറുപ്പക്കാരി താമസിച്ചിരുന്നു. അവൾ അനുസരണയും ദൈവഭക്തിയും ഉള്ളവളായിരുന്നു. മറിയയുടെ വിവാഹ നിശ്ചയത്തിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഒരു അതിഥി എത്തി. അദ്ദേഹം ഒരു വിശേഷപ്പെട്ട അതിഥിയായിരുന്നു. പരിശുദ്ധനായ ഗബ്രിയേൽ ദൈവദൂതൻ അവൾക്ക് മുന്നിൽ പ്രത്യക്ഷനായി അവളെ ഉറക്കത്തിൽ നിന്നുണർത്തി. അവൾ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ ജനാലയ്ക്കടുത്ത് വെളുത്ത നിറത്തിലുള്ള ഒരു പ്രകാശം ഒഴുകുന്നത് കണ്ടു. തൂവെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് തിളങ്ങുന്ന വെള്ളിച്ചിറകുകളുമായി ഒരാൾ. ആദ്യം അതൊരു സ്വപ്നമാണെന്ന് അവൾ വിചാരിച്ചു. പിന്നീട് ദൈവദൂതന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾക്കതൊരു സ്വപ്നമല്ലെന്ന് മനസ്സിലായി. മറിയേ, നീ ഭയപ്പെടേണ്ടതില്ല. ഞാൻ ഗബ്രിയേൽ ദൂതനാണ്. ദൈവമാണ് എന്നെ ഇവിടേക്ക് അയച്ചത്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ദൗത്യം നിറവേറ്റാൻ ദൈവം നിന്നെ നിശ്ചയിച്ചിരിക്കുന്നു. നിന്റെ ദയാശീലമുള്ള മനസ്സും പരിശുദ്ധമായ ഹൃദയവും ദൈവത്തിന് വളരെ വിലപിടിപ്പുള്ളതാണ്. നീ ഭാഗ്യവതിയാണ്. ഈ വിശേഷപ്പെട്ട ദൗത്യത്തിന് എല്ലാവരിൽ നിന്നും ദൈവം നിന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എനിക്ക് പേടിയില്ല. ദൈവം തന്റെ ദൗത്യം നിറവേറ്റുവാനായി എന്നെ നിശ്ചയിച്ചതിൽ സന്തോഷിക്കുന്നു. ദൈവത്തിനായി എന്തെങ്കിലും ചെയ്യാനായത് എന്റെ ഭാഗ്യമാണ്. നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. മരിയേ, ദൈവം നിന്നിൽ പ്രസന്നനായിരിക്കുന്നു. നീ താമസിയാതെ ഒരു മകനെ പ്രസവിക്കും. അവനൊരു മഹാനായ രാജാവാകും. എല്ലാ ജനങ്ങളും അവനെ സ്നേഹിക്കും. അവൻ ദൈവപുത്രൻ എന്നറിയപ്പെടും. ഈ സന്തോഷവാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത് മരിയേ. ഗബ്രിയേൽ പറഞ്ഞത് കേട്ട് മറിയ ഞെട്ടി വിറച്ചു. എന്നാലും അവൾ ശാന്തതയോടെ ഇരുന്ന് ഗബ്രിയേലിന് പറയാനുള്ളതെല്ലാം ശ്രദ്ധാപൂർവം കേട്ടു. പിന്നീട് അവൾ ഗബ്രിയേലിനോട് ചോദിച്ചു, ഞാനെങ്ങനെ ഗർഭം ധരിക്കും? ഇനിയും വിവാഹം കഴിഞ്ഞിട്ടില്ല. ഭയപ്പെടാതിരിക്കൂ മറിയേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കും. നിനക്കൊരു മകൻ നൽകപ്പെടുന്നതാണ്. അവൻ ദൈവപുത്രൻ എന്നറിയപ്പെടും. അവൻ ജനങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അവൻ യഹൂദന്മാരുടെ രാജാവ് എന്നറിയപ്പെടും. അവൻ മനുഷ്യരാശിയെ രക്ഷയിലേക്ക് നയിക്കും. ദൈവം എന്നിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. ദൈവഹിതം എന്നിലൂടെ നടക്കുവാൻ പോകുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ദൈവം എന്നും നിന്നോടത്തുണ്ട് മറിയേ. നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. സമാധാനമായിരിക്കൂ. പിന്നീട് ഗബ്രിയേൽ മറിയയെ വിട്ട് സ്വർഗത്തിലേക്ക് തിരികെ പോയി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറിയ ഗർഭിണിയായി. വിവാഹത്തിന് മുൻപ് ഗർഭം ധരിക്കുന്നത് അപൂർവമായിരുന്നു. എന്നിരുന്നാലും നടന്നതെല്ലാം യോസഫിനോട് പറഞ്ഞു. ദൈവദൂതനെയും ദൈവഹിതത്തെയും അവർക്ക് ജനിക്കാൻ പോകുന്ന മകനെയും കുറിച്ച്. യോസേഫ് ഒരു നല്ല മനുഷ്യനായിരുന്നു. അയാൾ എല്ലാം സ്വീകരിച്ചു. അവർ പട്ടണത്തിലെത്തിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു. രാത്രി കഴിച്ചുകൂട്ടാൻ അവർക്കൊരു സ്ഥലം അത്യാവശ്യമായിരുന്നു. എന്നാൽ എല്ലാ വഴിയമ്പലങ്ങളും നിറഞ്ഞിരുന്നതുകൊണ്ട് ആരും അവർക്ക് സ്ഥലം കൊടുത്തില്ല. യോസേഫ് പട്ടണത്തിലൂടെ നടന്ന് വീടുകളുടെയും കടകളുടെയും വാതിലുകൾ മുട്ടിക്കൊണ്ടേയിരുന്നു. പക്ഷെ ആരും അവരെ അകത്ത് കടക്കുവാൻ അനുവദിച്ചില്ല. മറിയയ്ക്ക് പ്രസവത്തിനുള്ള സമയമായി. അവൾക്കും കുഞ്ഞിനും സുരക്ഷിതമായൊരു സ്ഥലം അത്യാവശ്യമായിരുന്നു. യോസേഫും മറിയയും എല്ലാ പ്രതീക്ഷയും കൈവെടിഞ്ഞു. എല്ലായിടവും അന്വേഷിച്ച ശേഷം പശുക്കൾക്കായി ഉണ്ടാക്കിയ ഒരു തൊഴുത്ത് കണ്ടു. അവിടെ ധാരാളം പുതിയ വൈക്കോൽ ഉണ്ടായിരുന്നു. യോസേഫ് ആ വൈക്കോൽ ഉപയോഗിച്ച് മറിയയ്ക്ക് ഒരു കിടക്ക ഉണ്ടാക്കി. രാത്രി കുറെ കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. മറിയ സുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അധികം അകലെയല്ലാതെ രണ്ടിടയന്മാർ കുന്നിൻ മുകളിൽ ആടുകൾക്ക് കാവലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവർ ആകാശത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു വെളിച്ചം കണ്ടു. അവർ കണ്ണു തുറന്നപ്പോൾ സുന്ദരിയായ ഒരു മാലാഖയെ കണ്ടു. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ ഒരു സന്തോഷവാർത്ത അറിയിക്കുവാൻ വന്നതാണ്. ഇന്ന് രാത്രി ബത്ലഹേമിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. കുഞ്ഞിന്റെ പേര് യേശു എന്നാണ്. അവൻ ഈ ലോകത്തിന്റെ രക്ഷിതാവ് എന്നറിയപ്പെടുന്നതാണ്. നിങ്ങൾക്കടയാളം ശീലകൾ ചുറ്റി പശുത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ അവിടെ കാണും. ഗ്രാമങ്ങളിലെല്ലാം ചെന്ന് ഈ കുഞ്ഞിന്റെ ജന്മവാർത്ത എല്ലാവരെയും അറിയിക്കൂ. യഹൂദന്മാരുടെ രാജാവായ യേശു ഇന്ന് ജനിച്ചു എന്ന വിവരം എല്ലാവരും അറിയട്ടെ. സമാധാനത്തോടെ പോവൂ. ഈ സുവാർത്ത എല്ലാവരെയും അറിയിക്കൂ. യേശു ജനിച്ച ആ രാത്രി 3 വിദ്വാൻമാർ മരുഭൂമിയിലൂടെ കടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് അവരുടെ മേൽ ഒരു വെളിച്ചം മിന്നുന്നതായി തോന്നി. അവർ ആകാശത്തേക്ക് നോക്കിയപ്പോൾ പ്രകാശമേറിയ ഒരു നക്ഷത്രത്തെ കണ്ടു. 3 വിദ്വാൻമാരും നക്ഷത്രത്തെ പിന്തുടർന്നു. കുറെ ദിവസം കഴിഞ്ഞ് യേശു എന്ന പശുത്തൊഴുത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ അവർ കണ്ടു. ഭാവിയിലെ രാജാവ് ഒരു പശുത്തൊഴുത്തിൽ കിടക്കുന്നത് കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. യേശു പിറന്ന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അവർ പശുത്തൊഴുത്തിൽ കിടക്കുന്ന യേശുവിനെ കണ്ടത്. അവർ മറിയയെ നോക്കി പുഞ്ചിരിച്ചു. അവർ മോരും പൊന്നും കുന്തിരിക്കവും യേശുവിന് കാഴ്ചവെക്കാനായി കൊണ്ടുവന്നു. ഇവയെല്ലാം വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളായിരുന്നു. രാജാക്കന്മാർക്ക് മാത്രമേ ഇത് കൊടുത്തിരുന്നുള്ളൂ. ഒരു കുഞ്ഞിന് ഇത് സമ്മാനമായി കൊടുക്കുന്നത് അസാധാരണമായിരുന്നു. ഏതായാലും അതൊരു സാധാരണ കുഞ്ഞല്ലായിരുന്നു. വിദ്വാൻമാർക്ക് യേശുവിന്റെ ജന്മോദ്ദേശം എന്താണെന്ന് വ്യക്തമായി അറിയാമായിരുന്നു.